ഹായ് ഓൾ, എല്ലാവർക്കും ഇൻഫോസ്ഫിയറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനുവരി 2025 കണ്ടക്ട് ചെയ്തിട്ടുള്ള KTET ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ബുക്സ് വൺ ഫോർ ജുംബ ലഹരി ദ പുലിറ്റ്സർ പ്രൈസ്? തന്നിട്ടുള്ള വർക്ക്സിൽ ഏത് വർക്കിനാണ് ജുംബ ലഹരിക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയിട്ടുള്ളത്? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്റർപ്രറ്റർ ഓഫ് മാലഡീസ്. Jhumpa Lahiri won the Pulitzer Prize for Fiction in 2000 for her debut short story collection Interpreter of Maladies. So 2000-ലാണ് Interpreter of Maladies എന്ന് പറഞ്ഞ വർക്കിന് ജുംബ ലഹരിക്ക് പുലിറ്റ്സർ പ്രൈസ് കിട്ടുന്നത്. Which of the following plays is a critique of the American dream? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. The Zoo Story, Cat on a Hot Tin Roof, All My Sons, Death of a Salesman. ഇതില് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി, ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ ആണ്. ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എഴുതിയിട്ടുള്ളത് ആദം മില്ലർ ആണ്. 1949-ലാണ് ഇങ്ങനെയുള്ള ഒരു പ്ലേ എഴുതുന്നത്. The play follows the lives of Willie Loman, a struggling salesman, and explores the destructive nature of chasing material success and societal expectation. So, ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് എഴുതിയിട്ടുള്ളത് ആദം മില്ലർ ആണ്. അമേരിക്കൻ ഡ്രീമിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലേ എഴുതിയിട്ടുള്ളത്. ഇതിലെ മെയിൻ ക്യാരക്ടറിന്റെ പേര് വില്ലി ലോമൻ എന്നാണ്. അദ്ദേഹം ഒരു സെയിൽസ്മാൻ ആയിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത് ആ പ്ലേയില്. മെറ്റീരിയൽ സക്സസിന്റെ പുറകെ പോയിട്ട് അവസാനം സ്വയം നശിക്കുന്ന ഒരു ക്യാരക്ടറിനെയാണ് നമുക്ക് ഈ പ്ലേയിലൂടെ കാണാൻ പറ്റുന്നത്. Next question: Who among the following does not belong to the group of movement poets? തന്നിരിക്കുന്നതിൽ ആരാണ് മൂവ്മെന്റ് പോയറ്റ്സിൽ പെടാത്തതെന്നാണ്. സോ നമുക്ക് ആദ്യം അതിന് മൂവ്മെന്റ് പോയറ്റ്സ് എന്താണെന്ന് അറിയണം അല്ലേ? The movement was a term coined in 1954 by J.D. Scott, literary editor of The Spectator, to describe a group of writers including Philip Larkin, Kingsley Amis, Donald Davy, D.J.N. Wright, John Wayne, Elizabeth Jennings, Tom Gunn and Robert Conquest. ദ മൂവ്മെന്റ് എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് സ്പെക്ടേറ്ററിന്റെ ലിറ്റററി എഡിറ്റർ ആയിരുന്ന J.D. സ്കോട്ട് ആണ്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ഓഫ് റൈറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഒരു ടേം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട പേരുകളാണ് ഫിലിപ്പ് ലാർക്കിൻ, കിങ്സ്ലി ആമിസ്, ഡൊണാൾഡ് ഡേവി, D.J.N. റൈറ്റ്, ജോൺ വെയൻ, എലിസബത്ത് ജെന്നിങ്സ്, തോം ഗൺ ആൻഡ് റോബർട്ട് കോൺക്വസ്റ്റ്. ഇവരെല്ലാവരും മൂവ്മെന്റ് പോയട്രിയുടെ ഭാഗമാണ്. ഡീപ് സ്ട്രക്ചർ ഓഫ് സെന്റൻസ് ഇസ് അസോസിയേറ്റഡ് വിത്ത്. ഡീപ് സ്ട്രക്ചറും സർഫസ് സ്ട്രക്ചറും ഒക്കെ നമുക്ക് അറിയുന്നതാണ്. ഇത് ഏത് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്ട്രക്ചറൽ ഗ്രാമർ ആണോ, ഫങ്ഷണൽ ഗ്രാമർ ആണോ, TG ഗ്രാമർ ആണോ, കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ ആണോ? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, TG ഗ്രാമർ ആണ്. Deep structure is a concept in linguistics that is associated with Noam Chomsky's theories on generative grammar. ഡീപ് സ്ട്രക്ചർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ജനറേറ്റീവ് ഗ്രാമറുമായിട്ടാണ്. അത് ആരുടെ തിയറിയാണ്? നോം ചോംസ്കിയുടെ തിയറിയാണ്. ദ ടേം നോട്ട് അസോസിയേറ്റഡ് വിത്ത് മിഖായൽ ഭക്തൻ. മിഖായൽ ഭക്തന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടേംസ് ഉണ്ട്. തന്നിരിക്കുന്നതിൽ ഏതാണ് അദ്ദേഹവുമായി ബന്ധപ്പെടാത്തത് എന്നാണ് ചോദ്യം. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ മിഖായൽ ഭക്തിന്റേതല്ലാത്ത ഒരു ടേമാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഏതൊക്കെയാണ് മിഖായൽ ഭക്തിന്റെ മറ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് നോക്കിയാലോ? നമ്മൾ പറഞ്ഞു അല്ലേ ഡിസ്കോഴ്സ് മിഖായൽ ഭക്തിന്റെ അല്ലാന്ന്. അപ്പോൾ ഡിസ്കോഴ്സ് ആരുടെയാണ്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. മിഷേൽ ഫൂക്കോയുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേമാണ് ഡിസ്കോഴ്സ് എന്ന് പറയുന്നത്. The Law of the Medusa is an essay on formalism, post-colonialism, feminism, eco-criticism. The Law of the Medusa എന്ന് പറയുന്നത് ഫെമിനിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ഇത് എഴുതിയിരിക്കുന്നത് ഫ്രഞ്ച് ഓതർ ആയിട്ടുള്ള ഹെലൻ സിക്സോ ആണ്. The novel, written during the COVID-19 lockdown, that won the 2024 Booker Prize. COVID-19 ലോക്ക്ഡൌണിന്റെ സമയത്ത് എഴുതപ്പെടുകയും 2024 ബുക്ക് പ്രൈസ് കിട്ടുകയും ചെയ്തിട്ടുള്ള നോവൽ ഏതാണെന്നാണ് ചോദ്യം. ഓർബിറ്റൽ, ദ സെന്റൻസ്, കമ്പാനിയൻ പീസ്, ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഇൻ ദ വേൾഡ്. ഇതിൽ ഏത് വർക്കാണ് 2024 ബുക്കർ പ്രൈസ് കിട്ടിയത്? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ഓർബിറ്റൽ ആണ്. ഓർബിറ്റൽ ബൈ Samantha Harvey won the 2024 Booker Prize. Orbital is the first space set novel to win the Booker Prize. ഓർബിറ്റൽ എന്ന് പറയുന്നത് Samantha Harveyയുടെ ആണ്. 2024 ബുക്കർ പ്രൈസ് കിട്ടിയത് ഈ വർക്കിനാണ്. ഓർബിറ്റലിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ബുക്കർ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ സ്പേസ് സെറ്റ് നോവൽ കൂടിയാണ്. ദ ഹമാഷ്യ ഇൻ ദ ക്യാരക്ടർ ഓഫ് കിങ് ലെയർ. ഒരു ഹീറോയുടെ ട്രാജിക് ഫ്ലോനെയാണ് നമ്മൾ ഹമാഷ്യ എന്ന് പറയുന്നത്. സോ കിങ് ലെയറിന്റെ ഹമാഷ്യ എന്താണ്? ജലസി ആണോ, ആംബിഷൻ ആണോ, പ്രിക്രാസ്റ്റിനേഷൻ ആണോ, പ്രൈഡ് ആണോ? കിങ് ലിയറിന്റെ ഹമാഷ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൈഡ് ആണ് അദ്ദേഹത്തിന്റെ ട്രാജിക് ഫ്ലോ ആയിട്ട് വരുന്നത്.
സോ മറ്റ് ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന ഹമാഷ്യ ഏത് ക്യാരക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും കൂടെ നമുക്ക് നോക്കാം. ഒഥല്ലോയുമായി ബന്ധപ്പെട്ടതാണ് ജലസി. ഹാംലെറ്റിന് പ്രൊക്രാസ്റ്റിനേഷൻ ആണ് പ്രശ്നമായിട്ട് വരുന്നത്. മാക്ബത്തിന് ആംബിഷനുമാണ്. The words counsel, crime, verdict are derived from. കൗൺസിൽ, ക്രൈം, വേർഡിക്റ്റ് ഒക്കെ ഏത് ഭാഷകളിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ലാറ്റിൻ, ജർമ്മൻ, സ്പാനിഷ്, ഫ്രഞ്ച്. തന്നിരിക്കുന്ന വേർഡ്സ് എല്ലാം ലാറ്റിനിൽ നിന്ന് ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. The line Brutus is an honorable man in Shakespeare's Julius Caesar is an example of. നമുക്കറിയാം ഷേക്സ്പിയറിന്റെ ജൂലിയസ് സീസറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സ്പീച്ചിലെ വരിയാണ് ബ്രൂട്ടസ് ഇസ് എൻ ഓണറബിൾ മാൻ. അത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. നമുക്ക് ആ സാഹചര്യം വെച്ച് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഐറണിയാണ്. സോ റെറ്ററിക്കൽ ഐറണിയാണ് ശരിയായിട്ട് വരുന്നത്. സോ ഇവിടെ റെറ്ററിക്കൽ ഐറണി ഉപയോഗിച്ചിട്ടുള്ളത് ഒരു പെർസ്വേസീവ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ്, ഒരാളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാണ് റെറ്ററിക്കൽ ഐറണി ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇൻ റെറ്ററിക്കൽ ഐറണി ദ സ്പീക്കർ സെസ് സംതിങ് വൈൽ മീനിങ് ദ ഓപ്പോസിറ്റ്, ഇന്റെൻഡിങ് ടു ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ് പെർസെപ്ഷൻ. റെറ്ററിക്കൽ ഐറണി ഉപയോഗിച്ചിട്ട് ഒരാൾ സംസാരിക്കുകയാണെങ്കിൽ അയാൾ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യമായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടാവുക. അത് എന്തിനായിരിക്കും? ഓഡിയൻസിന്റെ പെർസെപ്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാനാണ്. In Mark Antony's speech in Julius Caesar, Antony repeatedly calls Brutus an honorable man while clearly implying that Brutus' actions were dishonorable. തന്നിട്ടുള്ള വരി മാർക്ക് ആന്റണിയുടെ സ്പീച്ചിലുള്ളതാണ്. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ബ്രൂട്ടസ് ഇസ് an honorable man, ബ്രൂട്ടസ് ഇസ് an honorable man എന്ന്. റെറ്ററിക്കൽ ഐറണി പ്രകാരം ഒരാളൊരു കാര്യം പറയുന്നതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അദ്ദേഹം മീൻ ചെയ്യുന്നത്. സോ ഇവിടെ ബ്രൂട്ടസ് ഓണറബിൾ മാൻ ആണെന്നുള്ളത് കൊണ്ട് മാർക്ക് ആന്റണി ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിന്റെ ആക്ഷൻസ് ഒക്കെ വളരെ ഡിസോണറബിൾ ആണെന്നാണ്. W.B. Yeats wrote The Second Coming immediately after Option A World War First, Option B World War Second, Option C Cold War, Option D Irish Rebellion. ഇതിൽ ശരിയായ ഉത്തരം ഓപ്ഷൻ എ വേൾഡ് വാർ ഫസ്റ്റ് ആണ്. The Second Coming എന്ന് പറഞ്ഞിട്ടുള്ള പോയം എഴുതുന്നത് 1919 ആഫ്റ്റർ ദ ഹൊറേഴ്സ് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ്. Who is the translator of The Second Turn? The Second Turn എന്ന് പറഞ്ഞ വർക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. MT വാസുദേവൻ നായരുടെ രണ്ടാമൂഴത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് The Second Turn എന്ന് പറയുന്നത്. ഇതിന്റെ ട്രാൻസ്ലേറ്ററെ ഓപ്ഷൻ എന്ന് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി PK രവീന്ദ്രനാഥ് ആണ്. രണ്ടാമൂഴം is a mythological drama novel by MT വാസുദേവൻ നായർ. The novel is a retelling of the Indian epic Mahabharata from the perspective of Bhima. ഭീമന്റെ പെർസ്പെക്റ്റീവിലാണ് കഥ മുഴുവൻ വിവരിക്കുന്നത്. It was translated into English as The Second Turn by PK രവീന്ദ്രനാഥ്. രവീന്ദ്രനാഥ് ആണ് രണ്ടാമൂഴത്തിനെ The Second Turn ആയിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. The novelist who believed that man produces evil as a bee produces honey. ഏത് നോവലിസ്റ്റ് ആണ് ഇത്തരത്തിൽ ബിലീവ് ചെയ്തിട്ടുള്ളത് തേനീച്ച തേൻ ഉണ്ടാക്കുന്നത് പോലെയാണ് മനുഷ്യൻ ഇവളിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആരാണ് ഇത്തരത്തിൽ വിശ്വസിച്ചിരുന്ന എഴുത്തുകാരൻ? തേനീച്ചകൾ തേനുണ്ടാക്കുന്നത് പോലെയാണ് മനുഷ്യൻ ഇവൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് ഓപ്ഷൻ സി വില്യം ഗോൾഡിംഗ് ആണ്. The term archetype was introduced into psychology by. ആരാണ് സൈക്കോളജിയിൽ ആർക്കിടൈപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി കാൾ യങ് ആണ്. The poet who defined poetry as the rhythmical creation of beauty. ആരാണ് പോയട്രിയെ റിതമിക്കൽ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? ജോൺ കീറ്റ്സ്, എഡ്ഗർ അലൻ പോ, ലോർഡ് ടെന്നിസൺ, ജെറാൾഡ് മാൻലി ഹോപ്കിൻസ്. ഇതിന് ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി എഡ്ഗർ അലൻ പോ ആണ്. എഡ്ഗർ അലൻ പോ ആണ് പോയട്രിയെ റിതമിക്കൽ ക്രിയേഷൻ ഓഫ് ബ്യൂട്ടി എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. The linguist who developed the monitor hypothesis of language acquisition. ആരുടെയാണ് മോണിറ്റർ ഹൈപ്പോത്തസിസ്? ഓപ്ഷൻ എ സ്റ്റീഫൻ ക്രാഷൻ, ഓപ്ഷൻ ബി ലേവ് വൈഗോട്സ്കി, ഓപ്ഷൻ സി റോഡ് എല്ലിസ്, ഓപ്ഷൻ ഡി ഡേവിഡ് ക്രിസ്റ്റൽ. നമുക്ക് ഒട്ടും ഡൗട്ട് വേണ്ട, ഓപ്ഷൻ എ സ്റ്റീഫൻ ക്രാഷൻ ആണ് ശരി ഉത്തരം. സ്റ്റീഫൻ ക്രാഷിന് മോണിറ്റർ ഹൈപ്പോത്തസിസ് മാത്രമല്ല 5 ഹൈപ്പോത്തസിസ് ഉണ്ടല്ലേ ആകെ. ഏതൊക്കെയാന്ന് നോക്കിയാലോ? അക്വിസിഷൻ ലേണിംഗ് ഹൈപ്പോത്തസിസ്, the monitor hypothesis, the input hypothesis, the affective filter hypothesis, the natural order hypothesis. സോ മറക്കാണ്ട് ഈ 5 ഹൈപ്പോത്തസിസും ഓർത്തിരിക്കാം. Which of the following is not a new critical text? തന്നിരിക്കുന്നതിൽ ഏതാണ് ന്യൂ ക്രിറ്റിക്കൽ ടെക്സ്റ്റ് അല്ലാത്തത്? പ്രാക്ടിക്കൽ ക്രിറ്റിസിസം, അനാറ്റമി ഓഫ് ക്രിറ്റിസിസം, ദ വെൽ റോട്ട് ഓൺ, 7 types of ambiguity. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി അനാറ്റമി ഓഫ് ക്രിറ്റിസിസം ആണ്. അത് ന്യൂ ക്രിറ്റിക്കൽ ടെക്സ്റ്റ് അല്ല. ബാക്കി 3 ന്യൂ ക്രിറ്റിക്കൽ ടെക്സ്റ്റ് ആരെ എഴുതിയതെന്നും കൂടെ നമുക്ക് നോക്കാം. പ്രാക്ടിക്കൽ ക്രിറ്റിസിസം എഴുതിയിരിക്കുന്നത് I.A. റിച്ചാർഡ്സ് ആണ്. ദ വെൽ റോട്ട് ഓൺ എഴുതിയിട്ടുള്ളത് ക്ലിയന്റ് ബ്രൂക്ക് ആണ്.
7 types of ambiguity എഴുതിയിട്ടുള്ളത് വില്യം എംസൺ ആണ്. ഇവരെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. ഈ പുസ്തകവും വളരെ ഫേമസുമാണ്, ഇമ്പോർട്ടന്റുമാണ്. എന്നാൽ ഇതിലൊന്നും പെടാത്തതാണ് അനാറ്റമി ഓഫ് ക്രിറ്റിസിസം. ഇത് നോർത്രോപ്പ് ഫ്രൈ എഴുതിയിട്ടുള്ളതാണ്. ഇത് ബിലോങ് ചെയ്യുന്നത് ആർക്കിടൈപ്പൽ അല്ലെങ്കിൽ സ്ട്രക്ചറൽ ക്രിറ്റിസിസത്തിന്റെ ഭാഗമായിട്ടാണെന്നും കൂടെ ഓർത്തിരിക്കുക. The poet who was appointed poet laureate in succession to Wordsworth. വേർഡ്സ്വർത്തിന് ശേഷം പോയറ്റ് ലോറേറ്റ് ആയിട്ടുള്ളത് ആരാണെന്നാണ് ലോർഡ് ടെന്നിസൺ, റോബർട്ട് ബ്രൗണിംഗ്, റോബർട്ട് ബ്രിഡ്ജസ്, ടെഡ് ഹ്യൂഗ്സ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ, ലോർഡ് ടെന്നിസൺ ആണ്. എന്തായാലും വേർഡ്സ്വർത്തിന് ശേഷം ലോർഡ് ടെന്നിസൺ ആണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ വേർഡ്സ്വർത്തിന് മുൻപ് ആരായിരുന്നിരിക്കണം? വേർഡ്സ്വർത്തിന് മുമ്പ് ഉണ്ടായിരുന്നത് റോബർട്ട് സൗദയാണ്. സോ റോബർട്ട് സൗദയ്ക്ക് ശേഷം വേർഡ്സ്വർത്ത് വന്നു, വേർഡ്സ്വർത്തിന് ശേഷം ലോർഡ് ടെന്നിസണും വന്നു. The major theme of Karnad's Nagamandala: male chauvinism, politics and violence, human relationships, existentialism. ഇതിലെ മേജർ തീമായിട്ട് വരുന്നത് ഓപ്ഷൻ സി, ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആണ്. The plural morpheme in the word ashes is pronounced as. ashes എന്ന് പറഞ്ഞിട്ടുള്ള വേർഡിലെ es ആണ് പ്ലൂറൽ മോർഫീം ആയിട്ട് പറയുന്നത്. അതെങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. എസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത്. ashes എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. Who among the following is a heroine in Shakespearean play? തന്നിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ആരാണ് ഷേക്സ്പിയറിയൻ പ്ലേയിലെ ഹീറോയിൻ ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഒലിവിയ, ബെലിൻഡ, റെജീന, പട്രിഷ്യ. സോ ഇതിൽ ഓപ്ഷൻ എ ഒലിവിയ ആണ് ശരി ഉത്തരം. ബനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ് ഇസ് ഓപ്ഷൻ എ എപ്പിസ്റ്റൽ, ഓപ്ഷൻ ബി ട്രീറ്റസ്, ഓപ്ഷൻ സി അലഗറി, ഓപ്ഷൻ ഡി എപ്പിക്. ബനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് ടൈപ്പ് വർക്ക് ആണെന്നാണ് ചോദിക്കണേ. ഇതിലെ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി അലിഗറി ആണ്. ജോൺ ബനിയൻസ് പിൽഗ്രിംസ് പ്രോഗ്രസ് is an allegory. The work tells the story of Christian, the protagonist, as he journeys from the hometown, the city of destruction, to the celestial city that is heaven. പിൽഗ്രിം പ്രോഗ്രസ്സിലെ നമ്മുടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ഹോം ടൗൺ ആയിട്ടുള്ള സിറ്റി ഓഫ് ഡിസ്ട്രക്ഷൻ എന്ന് സെലസ്റ്റിയൽ സിറ്റിയിലേക്ക് യാത്ര ചെയ്യാണ് ചെയ്യുന്നത്. ഈ സെലസ്റ്റിയൽ സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഹെവനെയാണ്. The number of syllables in the word accountable. അക്കൗണ്ടബിളില് എത്ര സിലബിൾസ് ഉണ്ടെന്നാണ് ചോദ്യം. 4 സിലബിൾസ് ആണ് അതിലുള്ളത്. അതിങ്ങനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. accountable. Which of the following words is wrongly spelled? തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ ഏത് വേർഡാണ് തെറ്റായി സ്പെൽ ചെയ്തിട്ടുള്ളതെന്നാണ് ചോദ്യം. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി എംബാരസ് ആണ്. എന്താണ് ആ വേർഡിന്റെ പ്രശ്നം? അവിടെ 2 ആറിന്റെ ആവശ്യമുണ്ട്, 1 ആറേ കൊടുത്തിട്ടുള്ളൂ. EMBARRASS ആണ് ശരി ഉത്തരം. വാൾട്ട് വിറ്റ്മൻസ് poem is out of the cradle endlessly dash. അവിടെ ഏത് വേർഡാണ് വരിക എന്നാണ്. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി റോക്കിംഗ് ആണ്. Out of the Cradle, Endlessly Rocking is a long poem by Walt Whitman that was first published in his 1860 collection Leaves of Grass. So Walt Whitman's long poem ആണ് Out of the Cradle, Endlessly Rocking. ഇത് include ചെയ്തിട്ടുള്ള collection ആണ് Leaves of Grass എന്ന് പറയുന്നത്. The study of handwriting forms and style is. ഹാൻഡ് റൈറ്റിംഗിന്റെ ഫോംസിനെയും സ്റ്റൈലിനെയും ഒക്കെ പറ്റി പഠിക്കുന്ന ബ്രാഞ്ചിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ടാക്കോഗ്രാഫി, കാലിഗ്രാഫി, ടൈപ്പോഗ്രാഫി, കൈറോഗ്രാഫി. ഇത് കാണുമ്പോൾ നമുക്ക് കാലിഗ്രാഫിയിലേക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും, പക്ഷെ അങ്ങോട്ട് പോവരുത്. ഓപ്ഷൻ ഡി കൈറോഗ്രാഫി ആണ് ശരി ഉത്തരം. എന്നാൽ നമുക്ക് ബാക്കിയെല്ലാം എന്താണെന്നും കൂടെ പഠിച്ചു വെക്കാം. കാലിഗ്രാഫി എന്ന് പറയുന്നത് വിഷ്വൽ ആർട്ട് റിലേറ്റഡ് ടു റൈറ്റിംഗ്. നല്ല ഭംഗിയിൽ എഴുതുന്നില്ലേ, അതിനാണ് നമ്മൾ കാലിഗ്രാഫി എന്ന് പറയുക. അതൊരു വിഷ്വൽ ആർട്ടാണ് റിലേറ്റഡ് ടു റൈറ്റിംഗ്. കാക്കോഗ്രാഫി ആണെങ്കിൽ ബാഡ് സ്പെല്ലിംഗ് അല്ലെങ്കിൽ ബാഡ് ഹാൻഡ് റൈറ്റിംഗിനെ പറയുന്ന പേരാണ്. Typography is the art of arranging printed text to make it readable, clear and visually appealing to the reader. Calligraphy എഴുതുന്നതാണെങ്കിൽ typography is related to printed text. Chirography is the study of writing by hand in all of its aspects. Competence and performance are termed introduced by Ferdinand de Saussure, Otto Jespersen, Roman Jakobson, Noam Chomsky. ഇതിൽ ആരുമായി ബന്ധപ്പെട്ടതാണ് കോമ്പീറ്റൻസും പെർഫോമൻസും? ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി നോം ചോംസ്കി ആണ്. നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട് 4 കോൺസെപ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചു. കോമ്പീറ്റൻസ്, പെർഫോമൻസ്, ഡീപ് സ്ട്രക്ചർ, സർഫസ് സ്ട്രക്ചർ. ദ ക്രിറ്റിക് ഹു സെഡ് ദാറ്റ് ദ ഓഥർ ഇസ് ഡെഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നല്ല ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഏത് ക്രിറ്റിക്കാണ് പറഞ്ഞത് ഓഥർ ഇസ് ഡെഡ് എന്ന്? ബാത്തസ്, ഡെറിഡ, ലിയോട്ടാർഡ്, ഡീമാൻ. ഇതില് ഓപ്ഷൻ എ ബാത്തസ് ആണ് ശരി ഉത്തരം.
The phrase, "the author is dead," was popularized by the French philosopher and literary critic Roland Barthes in his essay titled "The Death of the Author." റൊലാൻഡ് ബാർത്തസിന്റെ "The Death of the Author"ലാണ് "author is dead" എന്ന് പറഞ്ഞിട്ടുള്ളത്. The early book, generally regarded as the progenitor of the 20th century stream of consciousness technique. 20th centuryയിലെ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിന്റെ ഒരു ആൻസിസ്റ്റർ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകം ഏതാണെന്നാണ് ചോദിക്കുന്നത്. പമേല, ട്രിസ്ട്രം ഷാൻഡി, ക്ലാരിസ, ടോം ജോൺസ്. ഇതിൽ ശരിത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ട്രിസ്ട്രം ഷാൻഡിയാണ്. ട്രിസ്ട്രം ഷാൻഡി എഴുതിയിട്ടുള്ളത് ലോറൻസ് സ്റ്റേൺ ആണ്. അതിനെയാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിന്റെ ഒരു പ്രിക്കോഴ്സർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. V.S. Naipaul was awarded the Nobel Prize for Literature in. ഏത് വർഷത്തിലാണ് V.S. നൈപോളിന് നൊബേൽ പ്രൈസ് കിട്ടുന്നത്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. 2001 V.S. നൈപോളിന് നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഇസ് ദ നറേറ്റർ ഓഫ് ദ നോവൽ കാന്തപുര? കാന്തപുര എന്ന് പറഞ്ഞ നോവലിലെ നറേറ്റർ ആരാണ്? ബക്ക, മൂർത്തി, അച്ചക്ക, ഭട്ട. ഇതില് ഓപ്ഷൻ സി ആണ് ശരിയുത്തരം. അച്ചക്കയാണ് കാന്തപുരയുടെ നറേറ്റർ ആയിട്ട് വരുന്നത്. അച്ചക്ക ഇസ് ദ നറേറ്റർ ഓഫ് രാജാ റാവു's 1938 നോവൽ കാന്തപുര. Kantapura is about the rise of the Gandhian nationalist movement in the small South Indian village. 1938 രാജാറാവു എഴുതിയിട്ടുള്ള വർക്കാണ് കാന്തപുര എന്ന് പറയുന്നത്. ഒരു ചെറിയ സൗത്ത് ഇന്ത്യൻ വില്ലേജിൽ ഉയർന്നു വരുന്ന ഗാന്ധിയൻ നാഷണലിസ്റ്റ് മൂവ്മെന്റിനെ പറ്റിയിട്ടാണ് കാന്തപുര ഡിസ്കസ് ചെയ്യുന്നത്. വിച്ച് ക്യാരക്ടർ റിപ്രസെന്റ്സ് ദ കോളനൈസർ ഇൻ ദ ടെംപെസ്റ്റ്? ഷേക്സ്പിയറിന്റെ ദ ടെംപെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയില് ഏത് ക്യാരക്ടറാണ് കോളനൈസറെ കാണിക്കുന്നത്? തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം. ദ ടെംപെസ്റ്റില് കാലിബൻ റെപ്രസെന്റ്സ് എ കോളനൈസ്ഡ് ഫിഗർ ആൻഡ് പ്രോസ്പെറോ ഇസ് ദ കോളനൈസർ. എ വർക്ക് ബൈ U.R. ആനന്ദമൂർത്തി. തന്നിരിക്കുന്നതിൽ ഏതാണ് U.R. ആനന്ദമൂർത്തിയുടെ വർക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ തുഗ്ലകാബാദ്, ഓപ്ഷൻ ബി ആനന്ദമത്, ഓപ്ഷൻ സി ക്രൈ ദ പീകോക്ക്, ഓപ്ഷൻ ഡി സംസ്കാര. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സംസ്കാരയാണ്. ക്രൈ ദ പീകോക്ക് എന്ന് പറയുന്നത് അനിതാ ദേശായിയുടെ വർക്കാണ്. ആനന്ദമത്ത് ബങ്കിം ചന്ദ്ര ചത്തോപാധ്യായുടെയാണ്. ദ പോയറ്റ് ഹു പാസ്ഡ് അവേ റീസെന്റ്ലി ഇൻ 2024. 2024 മരിച്ചു പോയിട്ടുള്ള ഏത് പോയറ്റാണ് ഓപ്ഷൻസിലുള്ളതെന്നാണ് ചോദ്യം. ടോറോ ദത്ത്, KKN ദാർവല്ല, ശിവ് കെ കുമാർ, ജയന്ത മഹാപാത്ര. ഇതില് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം. KKN ദാർവല്ലയാണ് 2024 മരിച്ചിട്ടുള്ള പോയറ്റ്. Which of the following is the autobiographical novel of Han Kang? തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏത് വർക്കാണ് ഹാങ്കാങ്ങിന്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എന്നാണ് ക്വസ്റ്റ്യൻ. ദ വെജിറ്റേറിയൻ, ദ വൈറ്റ് ബുക്ക്, വി ഡു നോട്ട് പാർട്ട്, ഗ്രീക്ക് ലെസൺസ്. ഇതെല്ലാം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. ഹാങ്കാങ്ങിന്റെ ദ വൈറ്റ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കാണ് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലായിട്ട് വരുന്നത്. ദ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ വർക്കും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കൊറിയൻ ലാംഗ്വേജ് നോവൽ ടു വിൻ ദ ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് ഫോർ ഫിക്ഷൻ ഇൻ 2016. ദ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ കൊറിയൻ നോവൽ കൂടെയാണ്. ഇൻ 2024 ഷി വാസ് awarded the Nobel Prize in Literature, the first for an Asian woman and for a Korean. 2024 ഹാങ്കാങ്ങിന് നൊബേൽ പ്രൈസും കൂടെ കിട്ടുന്നുണ്ട്. നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ കൊറിയനും ഹാങ്കാങ് ആണ്. നൊബേൽ പ്രൈസ് കിട്ടുന്ന ആദ്യത്തെ ഏഷ്യൻ വുമനും ഹാങ്കാങ് ആണ്. The expressionism, illiterate him quite from your memory instead of obliterate him quite from your memory, is an example of. Obliterate him quite from your memoryക്ക് പകരം illiterate him quite from your memory എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദ്യം. ഇതിൽ ശരിയുത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ malaprops ആണ്. It is a line from The Rivals by Richard Brinsley Sheridan. ഷെറിഡന്റെ റൈവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയിലെ വരികളാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. The line is spoken by Mrs. Malaprop, who is using a malapropism, which is an incorrect word that sounds similar to the correct word. Example, the very pineapple of politeness instead of the very pinnacle of politeness. ദ റൈവൽസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേയില് മിസസ് മലപ്രോപ്പ് ആണ് ഇത്തരത്തിൽ എപ്പോഴും മിസ്റ്റേക്സ് വരുത്തി സംസാരിക്കുന്നത്. അതിനെ മലപ്രോപ്പിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്കായിട്ടാണ് പറയുന്നത്. കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുന്ന 2 വാക്കുകളെ ഒട്ടും യോജിപ്പില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ മലപ്രോപ്പിസം എന്ന് പറയുക. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഒബ്ലിറ്ററേറ്റിന് പകരം ഇല്ലിറ്ററേറ്റ് എന്ന് ഉപയോഗിക്കുക, പെനാക്കിളിന് പകരം പൈനാപ്പിൾ എന്ന് ഉപയോഗിക്കുക എന്നുള്ളതല്ല. സോ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക. മലപ്രോപ്പിസം മിസസ് മലപ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഷെറിഡൻ ദ റൈവൽസിലെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ടെക്നിക്കാണ്. The primary stress of the word priority falls on the
ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഓർ ഫോർത്ത് സിലബിൾ. പ്രിയോറിറ്റി എന്ന് പറഞ്ഞ വേർഡിലെ പ്രൈമറി സ്ട്രെസ് ഏത് സിലബിളിനാണുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി സെക്കൻഡ് സിലബിൾ ആണ് ശരി ഉത്തരം. വെയിറ്റിംഗ് ഫോർ ഗോദോ ആസ് എ ട്രാജിക് കോമഡി എൻ. വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന് പറയുന്നത് ഒരു ട്രാജിക് കോമഡിയാണ്. അതിൽ എത്ര ആക്ട് ഉണ്ടെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 2 ആക്ടുകളാണ് ഈ പ്ലേയിലുള്ളത്. വെയിറ്റിംഗ് ഫോർ ഗോദോ ആസ് എ ട്രാജിക് കോമഡി ഇൻ 2 acts written by സാമുവൽ ബെക്കറ്റ്. സോ സാമുവൽ ബെക്കറ്റ് ആണ് വെയിറ്റിംഗ് ഫോർ ഗോദോ എഴുതിയിട്ടുള്ളത്. ഇത് തിയേറ്റർ ഓഫ് അബ്സർഡിൽ പെടുന്ന ഒരു പ്ലേ ആണ്. The linguistic term for the loss of the letter O and the phrase didn't S. ഇതില് did not എന്നുള്ളതിൽ നമ്മൾ O കളഞ്ഞ് didn't എന്ന് പറയുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ Oനെ കളയുന്നതിന് ഒരു പേര് പറയും, ഒരു ലിംഗ്വിസ്റ്റിക് ടേം ഉപയോഗിക്കും. അത് ഏതാണെന്നാണ് ചോദ്യം. തന്നിട്ടുള്ള ഓപ്ഷനില് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. എലിഷൻ ആണ് ശരി ഉത്തരം. The linguistic term for the loss of a sound or letter such as the omission of the O in didn't is elision. ഇത്തരത്തിലേതെങ്കിലും സൗണ്ടോ ലെറ്ററോ ഒക്കെ കളയുന്നതിനെ നമ്മൾ എലിഷൻ എന്നാണ് പറയുക. The word cat is a dash of animal. കാറ്റും അനിമലും തമ്മിലുള്ള ഒരു ബന്ധമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ അനിമലിന്റെ എന്താണ് കാറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഹൈപ്പോനിം ആണിത്. The word cat is a hyponym of animal. In linguistics, a hyponym is a word that represents a more specific concept within a broader category, while animal is the hypernym, meaning the more general term. ഇവിടെ നമ്മൾ 2 വാക്കുകൾ കണ്ടല്ലേ, ഒന്ന് ഹൈപ്പോനിം, ഒന്ന് ഹൈപ്പർനിം. ഹൈപ്പർനിം എന്ന് പറയുന്നത് വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്. ഫോർ എക്സാമ്പിൾ എനിമൽ, ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഹൈപ്പോണിം എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതില് ഹൈപ്പർനിം എന്ന് പറയുന്നതാണ് എനിമൽ. അതൊരു വലിയ കാറ്റഗറി ആണല്ലേ. അതില് കാറ്റ് എന്ന് പറയുന്നത് ഹൈപ്പോണിം ആണ്. അതായത് അനിമൽ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു കാറ്റഗറിയുടെ ഉള്ളിൽ വരുന്നതാണ് ഈ ഹൈപ്പോണിം എന്നുള്ളത്. മറ്റ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ റോസ് എന്ന് പറയുന്നത് ഫ്ലവറിന്റെ ഹൈപ്പോനിമാണ്. അതായത് അതിന്റെ ഉള്ളിൽ വരുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഹൈപ്പർനിമാണ്. അതുപോലെ തന്നെയാണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് വലിയൊരു കാറ്റഗറിയാണ്. അതിനെ നമുക്ക് ഹൈപ്പർനിം എന്ന് പറയാം. അതിൽ വരുന്ന ഒരു ഹൈപ്പോനിമാണ് പിയാനോ എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മൾ 40ഓളം ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വൈകാതെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.